ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തച്ചനോടൊപ്പം രണ്ടാം ദിനം. നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വിശുദ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്തുവാ. ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളൊരു വാക്യം ആവിലാൽ വിശുദ്ധ അമ്പദ്രേസി പറഞ്ഞതാണ്. 1515 ജനിച്ച 1582 മരണപ്പെട്ട കർമ്മലീത്ത സഭയുടെ നവോത്ഥാന നായികയും സഭയുടെ എണ്ണം പറഞ്ഞ് വളരെ കുറച്ച് സ്ത്രീ വേദപാരംഗതയിലെ ഒരാളും അതിനോടൊപ്പം തന്നെ ഒരു മിസ്റ്റിക്, ഒരു അതീന്ദ്രിയ ധ്യാനാനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ളൊരു വ്യക്തിയുമാണ് ആവിലാൽ അമ്മദ്രേസ്യ. അമ്മദ്രേസ്യ പറയാറുണ്ട്, എൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അനേകം അപകടങ്ങളിൽ നിന്നും വിശുദ്ധ ഔസേപ്പിതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന്. വിശുദ്ധ പറയുന്ന മനോഹരമായ വാക്യം ഇങ്ങനെയാണ്: നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ മധ്യസ്ഥരുണ്ട്. കാണാതെ പോയ കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്നതിനും, അസാധ്യ കാര്യങ്ങൾ, ഇഴജന്തുക്കളിൽ നിന്നും സംരക്ഷണം, ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ മധ്യസ്ഥരുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരാളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിനോട് ചോദിക്കാം, വിശുദ്ധ ഔസേപ്പിതാവ് സാധിച്ചു തരും. നമുക്ക് ഇന്ന കാര്യമൊന്നുമില്ല, എല്ലാം എടുക്കും. എല്ലാ കാര്യങ്ങളുടെയും സകല കാര്യങ്ങളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അനുഭവത്തിൽ നിന്നുമാണ് വിശുദ്ധ നമ്മളിത് പഠിപ്പിക്കുന്നത്. നമുക്ക് സകല കാര്യങ്ങളുടെയും മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥയിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.